ഈ ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഈ ഉല്ലാസ് ബാബു ചോദ്യം കേൾക്കൂ. ഈ ഭാരതാംബയുടെ പശ്ചാത്തലത്തിലുള്ള ഭൂപടത്തിൽ പാകിസ്ഥാൻ കാണുന്നുണ്ട്, കാശ്മീർ ഇല്ല. അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അഖണ്ഡ ഭാരത സങ്കല്പവുമായി ബന്ധപ്പെട്ട് ആ സങ്കല്പത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ സങ്കല്പത്തിന്റെ ഒരു ചിത്രത്തെ പരിപൂർണമായി ബഹുമാനിച്ചും അംഗീകരിച്ചും കാശ്മീരില്ലാത്ത ഭാരതത്തെയോ കറക്റ്റാണ് എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് വിരോധമെന്ന്? രാജ്യദ്രോഹിയല്ലേ നമ്മൾ? അങ്ങനെയാണെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഭാരതം രാജ്യദ്രോഹിയല്ലേ? അത് അഖണ്ഡ ഭാരത രാജ്യദ്രോഹമല്ലേ? നമ്മുടെ കാശ്മീർ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമല്ലാത്തൊരു പാകിസ്ഥാനെ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രം എങ്ങനെയാണ് ഗവർണർക്ക് വയ്ക്കാൻ പറ്റുക? അരുൺകുമാർ, നിങ്ങൾ അതിനൊന്നും അങ്ങനെ കൊണ്ടുപോയോണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എന്തിനാണ് ഈ RSS വൽക്കരണം എന്ന് പറഞ്ഞപ്പെടുന്നത്? ഇതിനൊരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് രാഷ്ട്രീയ എനിക്കറിയേണ്ടത് കാശ്മീരില്ലാത്ത ഭാരതത്തിന്റെ ഭരണഘടന അംഗീകരിക്കാൻ കഴിയൂ? കാശ്മീരില്ലാത്ത ഭാരതത്തിന്റെ ഭൂപടത്തെ അംഗീകരിക്കാൻ എന്നല്ല, എല്ലാ ഭാരതീയനും ഭാരതത്തെ പരിപൂർണമായി വലിയ അഖണ്ഡ സങ്കല്പത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഭാരതത്തെ വെട്ടിമുറിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ നോവുണ്ടായിട്ടുള്ളതും എല്ലാവർക്കും പഴയ കാലഘട്ടത്തിൽ പരിപൂർണമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചും ഭാരതത്തെ അംഗീകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. വക്രീകരിച്ച് കാണേണ്ട ബാധ്യതയില്ല. വക്രീകരിച്ച് കാണുന്നു എന്നുള്ളതാണ്. അരുൺകുമാറിന്റെ സൂത്ര രാഷ്ട്രീയമൊക്കെ അവിടെ നിർത്തി. ഭാരതം എന്ന് പറയപ്പെടുന്ന അരുൺകുമാറിന്റെ ഒരു സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ അല്ല. അരുൺകുമാറിന്റെ ഇതിന്റെ ഉള്ളിൽ അജണ്ട രാഷ്ട്രീയമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ അജണ്ട രാഷ്ട്രീയം RSSനെതിരായിട്ടും തീർക്കുന്നു. ആരാ പറഞ്ഞ അരുൺകുമാർ ഈ ഭാരതമാതാവിനെ പൂജിച്ചത് അരുൺകുമാറിന് ആര് പകർന്നു തന്നു? ആര് പറഞ്ഞു എടുത്തു? പറ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ ഇൻട്രോ അടിച്ചില്ലേ? അല്ലല്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ ഇൻട്രോ അടിച്ചില്ലേ? പോലെയുള്ള സംസാരങ്ങൾ പാടില്ല അരുൺകുമാർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയപരമായിട്ട് വക്രീകരിച്ച് കാണിക്കുന്ന ഒരു നിലയിലേക്ക് രാഷ്ട്രീയക്കാർക്ക് പോകാം, അരുൺകുമാറിന് പോകരുത്. ഇല്ല. എന്റെ അടുത്ത ചോദ്യം ഉല്ലാസ്, ഈ ഭാരതാംബയുടെ ഭാഗമായി കാണുന്ന ഭാഗത്ത് നമ്മൾ ആക്രമണം നടത്തിയിരുന്നു, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി. ഇത് ഭാരതാംബയുടെ ഭാഗമാണെങ്കിൽ ഭാരതാംബയുടെ ഈ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയത് ശരിയാണോ? ഭാരതാംബയെ മുറിവേൽപ്പിച്ചത് ശരിയാണോ? ആ ഭാരതാംബയുടെ ഒരു ഭാഗത്ത് തീവ്രവാദികൾ ചോദ്യം കറക്റ്റാ സാറേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബയുടെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയത് ശരിയല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായി നടത്തിയിട്ട് ആ ഹൃദയത്തിൽ കയറിയ വർഗീയ തീവ്രവാദ തെമ്മാടികളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയോടുകൂടി നടപടിയെടുത്തതും നടപടി വിജയിപ്പിച്ചതും അരുൺകുമാർ അത് റിപ്പോർട്ട് ചെയ്തതും അത് അരുൺകുമാറിന് അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് തെമ്മാടികളുണ്ട്, ചില തെമ്മാടികളെ കൈകാര്യം ചെയ്യാനും അറിയാമെന്ന്. ആ തെമ്മാടികളില്ലാത്ത, രാജദ്രോഹികളില്ലാത്ത, വർഗീയവാദമില്ലാത്ത, സംസ്കാരവും പൈതൃകവും ബഹുമാനിക്കുന്ന ആ വലിയ സങ്കല്പമാണ് സാർ ഇത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കണ്ണിൽ ഇരുട്ടും മഞ്ഞയും ഉള്ളത് കൊണ്ടാണ്. അത് ഞങ്ങളോട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങയുടെ കണ്ണ് കൃത്യമായി കഴുകുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്നത്. ഒറ്റ ചോദ്യം, ആ ഭാരതാംബയെ മുറിവേൽപ്പിച്ചത് ശരിയാണോ? പാകിസ്ഥാനിൽ ബോംബിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ മിസൈൽ അയച്ച് പാകിസ്ഥാൻ ഭാരതാംബയുടെ ഭാഗമാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തീവ്രവാദ ആക്രമണം ശരിയാണോ? അരുൺകുമാർ അംഗീകരിക്കുന്നുണ്ട്. തീവ്രവാദം ആര് പറഞ്ഞു ശരിയാണെന്ന്? നിങ്ങളുടെ ഭാരതാംബയാണ് പാകിസ്ഥാൻ. എന്റെ ഭാരതാംബയിൽ പാകിസ്ഥാനില്ല. എന്റെ ഭാരതാംബയിൽ പാകിസ്ഥാനില്ല. അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്റെ ഭാരതാംബയിൽ പാകിസ്ഥാനില്ല. എനിക്ക് ഉറപ്പിച്ചു പറയാം, താങ്കളുടെ ഭാരതാംബയിൽ പാകിസ്ഥാനുണ്ടോ? ഉല്ലാസിന്റെ ഭാരതാംബയിൽ പാകിസ്ഥാനുണ്ടോ? ഒരമ്മയ്ക്ക് 5 കുട്ടികളാണെങ്കിൽ 5 കുട്ടികളിലെ ഒരുത്തൻ, ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് നമ്മുടെ കേരളത്തിലെ കാര്യം വെച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്യാറില്ലേ? അമ്മയ്ക്ക് 5 മക്കളാണെങ്കിൽ മക്കളെ 4 മക്കളും
ചേർന്ന് ഉപദ്രവിക്കുന്ന ആ മകനെ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മാതൃസങ്കല്പത്തിൽ കൃത്യമായി ചെയ്യുന്ന സമയത്ത് അതിൽ കുരുത്തം കെട്ട തരികൾ ഈ സമൂഹത്തിനെതിരായി വന്നാൽ, രാജ്യത്തിനെതിരായി വന്നാൽ, സങ്കല്പത്തിനെതിരായി വന്നാൽ, മത തീവ്രവാദവും സങ്കല്പവും കൊണ്ടുവരുമ്പോൾ അവരെ അതേ നാണയത്തിൽ കൈകാര്യം ചെയ്യുന്നേ. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും രാഷ്ട്ര സങ്കല്പത്തിലാണെങ്കിലും ചെയ്യുന്ന നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് തെറ്റ് എന്ന് പറയപ്പെടുന്നത്. ശരി, അതായത് ഒന്ന് PDT ആചാര്യയിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക് വരാം. ക്ഷമിക്കണം അനിൽ, നമ്മളൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയായിരുന്നു ഇത്രയും സമയം ഞാൻ ചെലവാക്കിയത്. പല ഉത്തരങ്ങളും പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഞാനൊന്ന് PDT ആചാര്യ വളരെ ഉത്തരമാണ്. ഭാരതമാതാ സങ്കല്പത്തെ അനാവശ്യമായി വക്രീകരിച്ച ശിവൻകുട്ടിയെ പോലെയുള്ള പെൺകുട്ടിയുടെ പടം വെച്ചിട്ട് എന്താ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉല്ലാസ്, താങ്കൾ പറയൂ, ആരാ വരച്ചത്? ആ കാവ്യക്കുടി വെച്ച പെൺകുട്ടിയുടെ പടം വരച്ചത് ആരാ? സങ്കല്പത്തെ പരിപൂർണമായി ഭാരതമാതാവിൻ അംഗീകരിക്കാത്ത താങ്കൾ, പറയുന്ന താങ്കൾ, RSS മാത്രമാണ് കാവ്യ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന താങ്കൾ, ആ താങ്കളുടെ വിവരക്കേടല്ലേ ഇത്? അതെന്താ ഭരണഘടനാ വിരുദ്ധമാണെന്ന് താങ്കൾ പറഞ്ഞു. അരുൺകുമാറിന്റെ ചോദ്യങ്ങൾ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ. ഈ ഭാരതമാതാ സങ്കല്പം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എഴുതി വെച്ച ബോഡി ഒന്ന് പറഞ്ഞതാ? ശരി, ഒറ്റ സംശയമുള്ളൂ. താങ്കൾ പറഞ്ഞ ഈ കാവ്യക്കൊടി ഭരണഘടനാനുസൃതമാണെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ താങ്കൾ പറഞ്ഞതാ? അല്ല, അത് വിരുദ്ധമാണെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ താങ്കളും പറഞ്ഞതാ? ഇതാണോ താങ്കൾ ഉത്തരവായിട്ട് പറയാൻ പോകുന്നത്? ഇനി താങ്കൾ പറഞ്ഞ ഭാരതത്തിന്റെ ഈ മാപ്പ്, അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് പ്രസിദ്ധീകരിച്ച ഏജൻസി താങ്കൾ പറഞ്ഞതാ? സർവേ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ മാപ്പ്, സർവേ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ മാപ്പിൽ താങ്കൾ പറഞ്ഞ അഖണ്ഡ ഭാരതമുണ്ടോ? സർവേ ഓഫ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ മാപ്പിലുണ്ടോ? ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ബോഡി, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പാസാക്കിയ ഏതെങ്കിലും ബോഡി ഒന്ന് അങ്ങും പറഞ്ഞതാ? ഓക്കെ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം Debate with Dr. Arun Kumar.